കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിന് പ്രധാനമായും 2 ഘടകങ്ങളാണ് ഉള്ളത്. ഈ 2 ഘടകങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടിയാൽ ഉടമ്പടി ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. അതിലൊരു ഘടകം എന്ന് പറയുന്നത് അറിവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയാണ്. രണ്ടാമത് അനുഭവത്തിൽ അധിഷ്ഠിതമായ ആധ്യാത്മികത. ഈ 2 കാര്യങ്ങളും അതിൻ്റെ പ്രൊപ്പോർഷണലായിട്ടുണ്ടായാൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈമിന് ആധ്യാത്മിക ആചരിച്ച് നമ്മൾ അവസാനിപ്പിക്കാം. ഇത് തുടരണമെങ്കിൽ 2 കാര്യവും 50-50 എങ്കിലും വേണം. ഒന്ന്, അറിവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയെക്കുറിച്ച് മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പ്രവർത്തിക്കുന്ന സുവിശേഷത്തിൻ്റെ മെക്കാനിസത്തെക്കുറിച്ച് നമുക്ക് നല്ല അറിവുണ്ടാകണം. രണ്ടാമത്, ആ അറിവ് ആപ്ലിക്കേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. കിട്ടിയിരിക്കുന്ന അറിവ്, എല്ലാ അറിവുകളും എന്തിനാണ്? പ്രയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. പ്രയോഗിച്ച് ഫലവത്തല്ലാത്ത അറിവുകൾ പുസ്തകത്തിലെ പശു പോലെയാണ്, പുല്ല് തിന്നത്തില്ല. ഉടമ്പടിയെക്കുറിച്ചുള്ള എല്ലാ അറിവുകളും അത് പ്രയോഗിച്ചിട്ട് അതിൻ്റെ അനുഭവ തലങ്ങളിലേക്ക് പോയി സാക്ഷ്യത്തിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിക്രമമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഉടമ്പടി ധ്യാനം നിങ്ങളുടെ ഇടയ്ക്ക് മുറതെറ്റാതെ ഇപ്പോൾ 510 ധ്യാനങ്ങളുണ്ട്. നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. അതിൽ കണ്ടൻറ്റ് വൈസ് 50% എപ്പോഴും ഫ്രഷ് ആയിരിക്കും. നമുക്കൊരു 510 ധ്യാനങ്ങൾ, ഉടമ്പടി ധ്യാനങ്ങൾ യൂട്യൂബിലുണ്ട്. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതിൻ്റെ അകത്ത് 50%ഓളം 50% അറിവുകൾ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യുന്നില്ല, നേരത്തെ പറഞ്ഞതും ആയിരിക്കത്തില്ല, അത് പുതിയതായിരിക്കും. ദാറ്റ് മീൻസ് 510ഓളം ഫ്രഷ് നോളജ്, പുതിയ ജ്ഞാനങ്ങൾ ഈ ധ്യാനത്തിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ധ്യാനം കേൾക്കുമ്പോൾ സാധാരണ ധ്യാനം കേട്ടിട്ട് നമ്മുടെ ഭക്തി വർദ്ധിപ്പിക്കുകയോ വിശ്വാസം വർദ്ധിപ്പിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ ഉപരി ഇത് പ്രയോഗിച്ച് സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള ടെക്നിക്കൽ നോളജാണ് പലപ്പോഴും ഉടമ്പടി ധ്യാനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു അവസാനം വരുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സ് എപ്പോഴും ആഗ്രഹിക്കേണ്ടത് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയുള്ള ഒരു സ്നേഹമുണ്ട്, സഹനം സ്വീകരിക്കാനുള്ള ഒരു സ്നേഹമുണ്ട്. ഉടമ്പടി ധ്യാനം എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് ഈ ലവ് ലെവല് എങ്ങനെ ഒരാളിനെ, ഇപ്പോൾ 0 ലവ് ലെവലുള്ള ആൾക്കാരുണ്ട്, ദൈവമായിട്ട് 0 ലവ് ഫ്രഷ് അനുസരിച്ച് അങ്ങനെയാണ്. അവർ ദൈവത്തെക്കുറിച്ച് ഐഡിയ പോലും ഇല്ലാത്ത 0 ലവ് ലെവലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് അറിവിനേക്കാളുപരി അനുഭവങ്ങളാണ് വേണ്ടത്. അതുകൊണ്ടാണ് നോൺ ക്രിസ്ത്യൻസിന് പെട്ടെന്ന് അനുഭവങ്ങൾ കിട്ടുന്നതിൻ്റെ കാരണം അതാണ്. അവർ അറിവിൻ്റെ കാര്യത്തിൽ അവർക്ക് 0 ലവ് ലെവലാണ്. 0 ലെവൽ അറിവിൻ്റെ കാര്യത്തിൽ അറിവ് അത്ര കണ്ട് വലിയ വിശ്വാസത്തെക്കുറിച്ചുള്ള, അവർക്ക് ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിലും വിശ്വാസത്തെക്കുറിച്ചുള്ള അറിവ് കുറവായിരിക്കും. അപ്പോൾ പിന്നെ അവരെ ലിഫ്റ്റ് ചെയ്യാനുള്ള മാർഗം, ദൈവത്തിന് അവരെ രക്ഷയിലേക്ക് നയിക്കാനുള്ള മാർഗം എന്താ? അവർക്ക് നല്ല അനുഭവങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് അനുഭവങ്ങൾ കിട്ടും. ഇപ്പോൾ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഒരു അനുഭവങ്ങൾ കിട്ടുന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ പാഠ വ്യത്യാസമുണ്ട്. നിങ്ങൾ അനുഭവങ്ങൾക്ക് വേണ്ടിയല്ല കെട്ടിത്തൂങ്ങി മരിക്കേണ്ടത്. എന്ത് ചെയ്യണം? അറിവ് തരാൻ പറയണം. രണ്ടുപേർക്കും 2 ഒരേ സ്ഥലത്താണെങ്കിലും ഒരു സിംഗിൾ റൂഫിലാണെങ്കിലും 2 ആവശ്യങ്ങളാണ്. ഫ്രഷ് ഹാൻഡ് ആയിട്ടുള്ള ആൾക്കാർ ചോദിക്കേണ്ടത് അനുഭവങ്ങളാണ് ചോദിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അനുഭവം കിട്ടും. മറ്റുള്ളവർ ഉടനെ കയറി അനുഭവങ്ങൾ ചോദിക്കരുത്. ക്രിസ്ത്യൻസ് ഉടനെ കയറി അനുഭവങ്ങൾ ചോദിക്കരുത്. അപ്പോൾ ദൈവത്തിന് നിങ്ങളെ വിശ്വാസം ഇല്ലാതെ വരും. അതാണ് വിഷയം. അതിൻ്റെ വരുന്ന പ്രശ്നം, ക്രിസ്ത്യൻസ് ഉടനെ കയറി അനുഭവങ്ങൾ ചോദിച്ചാൽ എന്താണ് അതിൻ്റെ നിങ്ങളെക്കുറിച്ചുള്ള ഇമ്പ്രഷൻ? എന്താണ്? ദൈവത്തിന് നിങ്ങളെ വിശ്വാസമില്ലാതെ വരും. പണ്ട് പീലിപ്പോസിനോട് ചോദിച്ചില്ലേ, പീലിപ്പോസേ, ഇത്ര കാലം ഞാൻ നിങ്ങളുടെ കൂടെ ആയിരുന്നിട്ടും നിനക്കെൻ്റെ മനസ്സ്, അങ്ങനെ ചോദിക്കുന്ന ആളാണ് ഈശോ. അത് ഇവിടുത്തെ കാത്തലിക്സിനോടും ക്രിസ്ത്യൻസിനോടും ഈശോ ചോദിക്കുന്നുണ്ട്. നിങ്ങളൊരു ഒരു അനുഭവത്തിന് വേണ്ടി കെട്ടിച്ചാടുമ്പോൾ കർത്താവ് ഈ പാസ് ചോദിക്കും നിങ്ങളേക്കാൾ. ഒന്ന് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യോഹന്നാൻ 14:8-9 തിരുവചനങ്ങൾ. യോഹന്നാൻ 14:8-9 തിരുവചനങ്ങളാണ്. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. യേശു പറഞ്ഞു, ഇക്കാലമത്രയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ അതായത് ആ ചോദ്യത്തിൻ്റെ എല്ലാ വിഷയവും അടങ്ങിയിട്ടുണ്ട്. ഇത്രയും കാലം ഞാൻ നിങ്ങളോട് ആയിരുന്നിട്ടും നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? അപ്പോൾ ഒരു അനുഭവത്തിന് വേണ്ടി വർഷങ്ങൾ ദൈവത്തിൻ്റെ ഈ വിശ്വാസം ജീവിച്ചിട്ടും ഒരു അനുഭവം കിട്ടാത്തതിൻ്റെ ഇപ്പോഴുള്ള വിഷയത്തിന് ഒരു പരിഹാരം കാണാത്തതിൻ്റെ പേരിൽ നീ പ്രാർത്ഥന കുറക്കുകയോ ആധ്യാത്മിക കാര്യങ്ങൾക്ക് ശൈത്യം ഉണ്ടാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ അസസ്മെൻറ്റ് നെഗറ്റീവിലേക്ക് പോകും. അതെപ്പോഴും ഓർക്കണം. ഞാൻ എപ്പോഴും പറയണമെന്നത് സ്പിരിച്വാലിറ്റി ഈസ് ഇൻ്റലിജൻറ്റ് ബിസിനസ്. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ വിനിമയം, ബിസിനസ് വെച്ചാൽ മോശം കച്ചവടം നടത്തത്തിലല്ല, വിനിമയം, കമ്മ്യൂണിക്കേഷൻ. ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു ബുദ്ധിപരമായ ഇൻവെസ്റ്റ്മെൻറ്റാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോടാണ് ഈ വിഷയത്തിൽ ഒരു അഭിമുഖത്തിന് സമയം കുറിക്കണത്. അപ്പോൾ ദൈവമായിട്ടുള്ള ഈ വിനിമയത്തിൽ വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. ഇവിടെ നയതന്ത്രത്തിനൊന്നും ബലമില്ല. കാര്യം നയതന്ത്രം എന്ത് പറഞ്ഞാലും ആ നയതന്ത്രം ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് ദൈവത്തിന് പിടികിട്ടും. ചില ആൾക്കാർ മൗനമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സ് അവർക്കെതിരാണെന്ന് ദൈവത്തിന് അറിയാൻ പറ്റും. ഇപ്പോൾ ഡിപ്ലോമാറ്റിക് സൈലൻസ് കീപ്പ് ചെയ്യത്തില്ലേ? നമ്മൾ പറഞ്ഞത് വേണ്ട, അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞതേ ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പറയാതിരിക്കും. അത് മനുഷ്യന്മാരോട് നമുക്ക് അങ്ങനെ ചെയ്യും. ഡിപ്ലോമാറ്റിക് സൈലൻസ് മനുഷ്യനോട് കീപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞത് വേണ്ട, ഞാൻ പറഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞതേ ഉണ്ടാകത്തുള്ളൂ അവസാനം എന്ന് പറയും. അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് സൈലൻസ് ഒന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ പറ്റത്തില്ല. ഫേക്ക് ഉടനെ ഫേക്ക് നടിച്ചു വരും. ദ പേഴ്സൺ ഈസ് കംപ്ലീറ്റ്ലി ഫേക്ക്. ഇയാളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷന് ഇനി മേൽഗതിയില്ല എന്ന് പറയും. അത് ദൈവമായിട്ട് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം എല്ലാ വിഷയങ്ങളും. അല്ല ഒന്ന് വിചാരിച്ച് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. മനുഷ്യന്മാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അല്ലേ? നമ്മളൊന്ന് വിചാരിച്ചിട്ട് വേറെ ഒന്നും പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ മനസ്സിലിപ്പോൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാവത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ അടുത്ത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് അതാണ് പറഞ്ഞത്. ഒരു ചിന്ത നിൻ്റെ ഉള്ളിൽ വരുന്നുമ്പോൾ തന്നെ ഞാനത് അറിയുന്ന ഒന്നാണ്. കാരണം ഈ ചിന്ത ദൈവം കണ്ടതിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. അതാണ് പ്രശ്നം. അത് വലിയ അപകടകരമായൊരവസ്ഥയാണ്. പ്രാർത്ഥിക്കുന്നവർ ഭയങ്കര ശ്രദ്ധിക്കേണ്ടതാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഒരു ചിന്ത നിൻ്റെ മുമ്പിൽ ശ്രുതികട ഹല്ലേലൂയ. 139 സങ്കീർത്തനം 4 തിരുവചനം. ഒരു വാക്ക് എന്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവേ അത് അവിടുന്ന് അറിയുന്നു. ഇതാണ് ഈ പ്രാർത്ഥനയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ ഒന്നും ഒളിച്ചു വെക്കാനൊന്നും പറ്റത്തില്ല. ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ എന്താ മനസ്സിൽ വിചാരിച്ചതെന്ന് ആദ്യം ദൈവത്തിന് നമ്മൾ അടിച്ചു വരും. ഈ സാധനം നിങ്ങൾ പറയണത് അടിച്ച് മനസ്സിലിരിക്കണത് തമ്മിൽ രണ്ടാണെങ്കിൽ നിങ്ങളെ ഫേക്ക് എന്ന് പറയും, കാപട്യം എന്ന് പറയും. അതെപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാര്യം പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാവരും പിടിക്കപ്പെടുന്ന കാര്യം കാപട്യം ഉള്ളവർക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ. അതാണ് പ്രശ്നം. ബേസിക്കായിട്ട് കാപട്യമുള്ള ആൾക്കാരുണ്ടാവില്ല. എല്ലാ കാര്യവും മതിൽ ഗേറ്റ് തുറന്നു കിടന്നാലും മതിൽ ചാടി വരുന്ന ആൾക്കാരില്ലേ, അവരങ്ങനെയാണ് പഠിച്ചിരിക്കണത്. ഇങ്ങനെ തുടരണമെങ്കിൽ ഇങ്ങനെയൊക്കെ വരത്തുള്ളൂ. ഒരു കാര്യം നേരെ ചൊവ്വേ പറയണത്. എൻ്റെ സ്വഭാവം നേരെ ചൊവ്വേ പറയും. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നേരെ ചൊവ്വേ പറയും. ചില ആൾക്കാർ പറഞ്ഞില്ലെന്ന് വരുത്തും, പറഞ്ഞെന്നും വരുത്തും, കറങ്ങി തിരിഞ്ഞ് ഒടിഞ്ഞ് മടങ്ങിയൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് പണിപിടി കിട്ടും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ദൈവമായിട്ടുള്ള, അതായത് ഡീൽ ഓർ നോട്ട് ഡീൽ പോലെയാണ്. അതാണ് വിഷയം. നമുക്ക് രണ്ട് ഒരു അംബിഗസ് ഉത്തരങ്ങളില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഡീലിങ്സും സത്യസന്ധമാകാൻ വേണ്ടി നോക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയോടുള്ള എല്ലാ വിനിമയങ്ങളും സത്യസന്ധമാകാനും ആ സത്യം എനിക്ക് കേടായി ഭവിച്ചാലും അങ്ങയുടെ സ്നേഹത്തെ വിശ്വസിച്ചുകൊണ്ട് സത്യത്തിൽ തന്നെ സാക്ഷിയായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത് ഇങ്ങനെയാണ്, ക്രിസ്ത്യൻസ് ആൻഡ് നോൺ ക്രിസ്ത്യൻസിനെ ശരിക്കും പെട്ടെന്ന്
അനുഭവജ്ഞാനങ്ങൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ അനുഭവജ്ഞാനങ്ങൾ നേരത്തെ പലതും കിട്ടിയിരിക്കുന്ന കാരണം നിങ്ങളോട് അറിവ് വർദ്ധിക്കാൻ ദൈവം പറയും. അതുകൊണ്ട് നിങ്ങൾ ധ്യാനം മര്യാദയ്ക്ക് കൂടി ഈ വിഷയത്തിൽ നല്ല ബോധ്യങ്ങൾ കിട്ടണം. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം നോക്കുന്ന കാര്യവും നമ്മൾ നോക്കുന്ന കാര്യവും രണ്ട് എൻഡാണ് ആ പ്രശ്നം. ദൈവം നോക്കുന്ന ഇടങ്ങളും നമ്മൾ നോക്കുന്ന ഇടങ്ങളും രണ്ടായി പോകരുത്. അതെന്നാണ് ഒന്നായി വരുന്നത് അന്ന് ഉടമ്പടി ഫയറാകും. ദൈവം പ്രാധാന്യം കൊടുക്കുന്ന ഇടങ്ങളും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ഇടങ്ങളും രണ്ടായി പോകരുത്. കാര്യം ഒരു വിഷയത്തിന് രണ്ട് ലക്ഷ്യങ്ങൾ പറ്റത്തില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ദൈവത്തിൻ്റെ ലക്ഷ്യം ഒരിക്കലും മാറ്റത്തില്ല. പിന്നെ നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ ലക്ഷ്യങ്ങൾ മാറ്റേണ്ടി വരും. അതായത് എപ്പോഴും ഉടമ്പടി ഫയറാകുന്നതിനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്, ഒരു വിഷയത്തിൽ ദൈവത്തിൻ്റെ ലക്ഷ്യവും നമ്മുടെ ലക്ഷ്യവും രണ്ടും രണ്ടാകരുത്. ദൈവത്തിൻ്റെ ലക്ഷ്യവും നമ്മുടെ ലക്ഷ്യവും നമ്മൾ ഈ പ്രക്രിയയിലൂടെ പതുക്കെ ഒന്നായി കൊണ്ടുവരാനുള്ള ഈ മൽപ്പിടുത്തവും ബലംപിടുത്തമൊക്കെ നടത്തേണ്ടത് ദൈവമല്ല. എന്താ കാര്യം? ദൈവത്തിൻ്റെ ലക്ഷ്യം ഒരിക്കലും മാറ്റത്തില്ല ദൈവം. കാര്യം മാറ്റത്തിന് വിധേയമല്ലാത്തത് കൊണ്ട് മാറ്റത്തില്ല. പിന്നെ അപൂർവമല്ലേ മോസസിനെ പോലെയുള്ള ആൾക്കാർ നീ പറഞ്ഞ കാര്യവും തൽക്കാലത്തേക്ക് ഞാൻ മാറ്റി വെച്ചേക്കണമെന്ന് ദൈവം പറയും. അത് അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് മോസസിനുള്ളതാണ്. ജനങ്ങളെല്ലാം ഈ മനുഷ്യനെ ചവിട്ടി കീറി ദൈവത്തിന് വേണ്ടി ആ മനുഷ്യൻ ഒരു പിണമായി മാറിയതൊക്കെ ദൈവം കണ്ണു നിറഞ്ഞ് കണ്ട കാഴ്ചകളാണ്. അതുകൊണ്ടാണ് മോസസിന് ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റാണ്. നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞാൽ ദൈവം അപ്പം തന്നെ അത് ചേഞ്ച് ചെയ്ത് തരും നമുക്ക്. പക്ഷെ അവിടെ ഒരു പ്രോബ്ലം ഇൻവെസ്റ്റ്മെൻറ്റാണ്. കാരണം ദൈവഹിതം ഏറ്റെടുത്ത് നാട്ടുകാരുടെ ചവിട്ട് പിടിയും മേടിച്ച് വീട്ടുകാരുടെ ഒറ്റപ്പെടുത്തലെ കിട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിപ്പിക്കണം. അതും ഒരു നിക്ഷേപ സാധ്യതയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ദൈവതിരുസന്നിധിയിൽ നിക്ഷേപം എന്ന് ഈശോ പറയും. ആ വാക്ക് ഈശോ ഉപയോഗിക്കണം 12:21 തോന്നുന്നത്. നിക്ഷേപം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അതിന് സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപം ഉണ്ടാകാൻ ശ്രദ്ധിക്കാൻ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ നന്ദി. മത്തായി 6:19-20 തിരുവചനങ്ങൾ. മത്തായി 6:19-20. ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്, ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്. തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കുക. ഇതിന്റെ വിഷയം എന്ന് പറയുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കുക. അപ്പോൾ നിങ്ങൾ ഓർക്കുന്ന സ്വർഗം എന്ന് പറയുന്നത് ഏതാണ്ട് തട്ടുമ്പുറത്തുള്ള മുകളിലുള്ള പരിപാടിയാണ്. അവിടെ എങ്ങനെ കൊണ്ടുപോയി എന്തോ നിക്ഷേപിക്കണേ, ഇങ്ങനെയുള്ള ചിന്ത ഒന്നും വേണ്ട. സ്വർഗമെന്ന് പറയണത് കർത്താവിൻ്റെ മനസ്സാണ്. കർത്താവിൻ്റെ മനസ്സിൽ നിനക്ക് വേണ്ടി നിധി സൂക്ഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലായില്ല? കർത്താവിൻ്റെ മനസ്സാണ് സ്വർഗം. അവിടെ എന്താണ്? നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഉള്ള എവിടെയാണ്? കർത്താവിൻ്റെ മനസ്സിലാണ്. അതാണ് നമ്മുടെ സ്വർഗം. ഈശോയുടെ മനസ്സിൽ നമുക്ക് നിക്ഷേപം ഉണ്ടാകണം. മോസസിനൊക്കെ ഉണ്ടായ ഗുണമെന്ന്, നീ ഈ പറഞ്ഞ കാര്യവും ഞാൻ ചെയ്തു തരും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 നന്ദി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പുറപ്പാട് 33:17. പുറപ്പാട് 33:17. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. എപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇതൊരു സർട്ടിഫിക്കറ്റ്, ദൈവം കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. ഒരു സർട്ടിഫിക്കറ്റിൽ കൊടുത്തിട്ട് പറയും എന്താണ്? നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ നമുക്ക് നേടാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സംഭവം എന്താണ്? കൃപയാണ്. അതാണ് പ്രീതി എന്ന് പറഞ്ഞത്, പ്രസാദം. നീ എൻ്റെ പ്രസാദം നേടിയിരിക്കുന്നു. കാര്യം എന്താണ്? എനിക്ക് നിന്നെ നന്നായി അറിയാം. അതാണ് വിഷയം. നന്നായി അറിയാമെന്ന് പറഞ്ഞത് ഈ മോസസും അഹ്റോനും തമ്മിലുള്ള, മോസസിൻ്റെ വൈഫില്ലേ, വൈഫും മോസസുമായിട്ട് തമ്മിൽ ഈ മോസസിൻ്റെ അടുത്ത് ഒത്തിരി ആൾക്കാർ വരികയും അങ്ങേരുടെ സമയം മുഴുവനും ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയും കുടുംബത്തിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ നീതിനകത്ത് വലിയ കേമത്തൊന്നും കാണിക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ മനുഷ്യരെ കൈകാര്യം ചെയ്യാനൊക്കെ എനിക്കും അറിയാമെന്നൊക്കെ പറഞ്ഞ് ഈ മോസസിൻ്റെ വൈഫ് ഭയങ്കര ശണ്ട ഉണ്ടാക്കി. അതിൻ്റെ അകത്ത് ആ ജത്രോയുടെയും ഒക്കെ സപ്പോർട്ടുണ്ട്, ബാക്ക് സപ്പോർട്ടുണ്ട് ഈ അമ്മായിയപ്പൻ്റെയൊക്കെ. അപ്പോൾ ഇങ്ങനെ ചില കുടുംബത്തിൽ തന്നെ മോസസ് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകും. പിന്നെ പബ്ലിക്കായിട്ടും താൻ ആർക്ക് വേണ്ടിയാണ് നിന്നത് ആ ജനത മോസസിനെ
ഇങ്ങനെ അവർക്ക് വിശപ്പും പട്ടിണിയൊക്കെ വന്നപ്പോൾ അത് മോസസ് ഇങ്ങനെ വഴി നടത്തുന്നത് തെറ്റായതുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ജനങ്ങളെല്ലാം ഇവനെതിരെ നിൽക്കും, ജനങ്ങളെല്ലാം മോസസിനെതിരെ നിൽക്കും. പക്ഷേ ദൈവത്തിൻ്റെ ഒരു വഴികളിലൂടെ മോസസിന് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ജനങ്ങളിൽ നിന്ന് ചവിട്ടക്കുത്തുമൊക്കെ മേടിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. അതിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ ഇടയ്ക്ക് ഈ കാണ്ട് മോസസിലും കാണിച്ചിട്ടില്ല. അതാണ് മോസസിൻ്റെ ഒരു വിജയം. നിങ്ങളെപ്പോഴും നന്നായി ശ്രദ്ധിക്കണം. നിങ്ങൾ സഹിച്ച സഹനങ്ങളൊക്കെ ഞാൻ അങ്ങനെ സഹിച്ചു ഇങ്ങനെ സഹിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സഹനത്തിൻ്റെ കാർഡ് ദൈവത്തെ കാണിച്ച് വരട്ടരുത്. അത് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ കാര്യവും ദൈവത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് നമ്മൾ ക്ലെയിം ഉണ്ടാക്കരുത്. മോസസിൻ്റെ സഹനങ്ങളെ കുറിച്ച് ജനങ്ങൾ മോസസിനെ വെറുക്കണതും ഉപദ്രവിക്കുന്നതായിട്ട് ഭാഗങ്ങൾ അത് കേൾക്കേണ്ടതാണ് നിങ്ങളെ. അപ്പോൾ ഒരിക്കലും മോസസ് കംപ്ലൈൻറ്റ് ചെയ്യത്തില്ല. എന്നിട്ട് പറയും മോസസിനെ പോലെ സൗമ്യനായിട്ട് ആരും ഇല്ലായിരുന്നു എന്നൊക്കെ പറയും ബൈബിൾ അങ്ങനെ ആർക്കും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ല. പക്ഷേ എന്നാലും മോസസിന് ഭയങ്കരമായി മോസസ് പറയും ഭൂമിയിലെ മോസസിനെ പോലെ സൗമ്യനായിട്ട് ആരും ഇല്ലായിരുന്നൊക്കെ പറയും. അപ്പോൾ വ്യക്തിപരമായിട്ട് ഇയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കരമാണ്. ജനങ്ങൾ ചവിട്ടിക്കൂട്ടുമ്പോഴും വീട്ടിൽ തികത്തുമ്പോഴും പൊള്ളുമ്പോഴും ഈ മനുഷ്യൻ പൊള്ളുന്ന കാര്യമോ ജനങ്ങളെ മുറിപ്പെടുത്തിയ കാര്യമോ ദൈവത്തോട് പറയത്തില്ല. എന്നിട്ട് ചിരിച്ചതുപോലെ തന്നെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തീർക്കും. അതാണ് പറയണത് അവനെ പോലെ സൗമ്യൻ ആരും ഇല്ലെന്ന്. സൗമ്യത എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മോസസ് കാണിച്ചതാണ് സൗമ്യത. നമ്മൾ പറയണല്ലേ എന്താണ് സൗമ്യത എന്ന് വെച്ചാൽ മോസസ് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന ഈ അധ്യാത്മ ജീവിതം എന്ന് പറയുന്നത് ഒരു നിലപാടാണ്. അത് പഴയ നിയമത്തിൻ്റെ ഏറ്റവും വലിയ ഭാവം മോസസാണ്. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. സംഖ്യ 12:1. മോശയുടെ ഭാര്യയായ കുഷ്യസ്ത്രീയെ പ്രതി മിരിയാമും അഹറോനും അവനെതിരായി സംസാരിച്ചു. കർത്താവ് മോശ വഴി മാത്രമാണോ സംസാരിച്ചിട്ടുള്ളത്, ഞങ്ങളിലൂടെയും സംസാരിച്ചിട്ടില്ലേ എന്ന് അവർ ചോദിച്ചു. കർത്താവ് അത് കേട്ടു. മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. അതിന്റെ വിഷയം അതായത് മോസസിന്റെ പാളയത്തിൽ പടയാണ്. ഭാര്യയും ബന്ധുക്കളും വീട്ടിലുള്ള ആൾക്കാരും എല്ലാം മോസസിനെതിരെ വരികയാണ്. എന്നിട്ട് ഇവരുടെ വർത്തമാനങ്ങളെല്ലാം പക്ഷെ മോസസ് ദൈവത്തോട് പറയത്തില്ല, എനിക്ക് വീട്ടിൽ പ്രശ്നമാണെന്നുള്ള കാര്യം പറയത്തില്ല. ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് വിഷയം. കണ്ണ് നിറഞ്ഞിരിക്കുമ്പോഴും ശരീരം വേദനിച്ചിരിക്കുമ്പോഴും സൗമ്യത കൈവിടാതെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ മോസസിനെ കുറിച്ച് വീട്ടിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും മോസസ് ദൈവത്തോട് പറയത്തില്ല. പക്ഷേ ബൈബിൾ വചനം എന്താ പറയണത്? മോസസ് പറഞ്ഞില്ലെങ്കിലും കർത്താവ് അത് കേട്ടെന്നാണ്. അതാണ് വിഷയം. അപ്പം നമ്മൾ ഒത്തിരി പറയാൻ നടക്കരുത്. പെയ്ത് പെറുക്കി നമ്മളെപ്പോഴും ഓർത്തേക്കണം, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടിയും വിശ്വാസത്തിന് വേണ്ടിയും ഒക്കെ അനുഭവിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ പത്രം കൊണ്ടുപോകുമ്പോൾ നിങ്ങളെ അവർ തെറി വിളിക്കും, തോന്നിവാസം പറയും. വീട്ടിൽ തന്നെ ആങ്ങളെ പറയും, നിനക്ക് തലക്ക് പ്രാന്താണ്, 10 രൂപ പേറ്റ് നടക്കുകയാണ്, വേറെ പണിയൊന്നും ഇല്ല നീ. അപ്പം നിങ്ങളുടനെ അവിടെ കടുത്തേ കയറാൻ നിൽക്കുകയോ വിശ്വാസത്തിന് വേണ്ടി നീ സഹിച്ച സഹനങ്ങളിൽ കർത്താവിൻ്റെ അടുത്ത് അത് ബാർഗെയിൻ ചെയ്ത് ക്ലെയിം ആക്കുകയോ ഒന്നും ചെയ്യരുത്. അല്ല, കാണേണ്ട പാർട്ടി കാണുകയും അക്കൗണ്ട് ആകേണ്ട ഫലത്തിൽ അക്കൗണ്ട് ആകുകയും ചെയ്യുന്നുണ്ട്. മോസസിനെ കണ്ടാൽ പഠിക്കേണ്ടത്. പ്രത്യേകിച്ച് സഹനങ്ങളെക്കുറിച്ച് അത് ഷെയർ ചെയ്യാനുള്ളതല്ല എന്നാണ് വചനത്തിൻ്റെ ഒരു നിലപാട്. ദൈവത്തിന് വേണ്ടി ഏറ്റെടുക്കുന്ന സഹനങ്ങൾ അത് ഷെയർ ചെയ്യാനുള്ളതല്ലെന്ന് മനസ്സിലായ? അതാണ് അമ്മയും അങ്ങനെയാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന് പറഞ്ഞത്, തന്നോട് തന്നെ പറഞ്ഞതാണ്, അല്ലാതെ നാട്ടുകാരോട് പറഞ്ഞതല്ല വിഷയം. നമ്മുടെ പല ഈ ഇന്ധന ചോർച്ചയും സംഭവിക്കുന്നത് അങ്ങനെയാണ്. പ്രസാദപര ചോർച്ച സംഭവിക്കുന്നത് നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ നാട്ടുകാരോട് പറയും, വീട്ടുകാരോട് പറയും. പക്ഷേ ദൈവത്തിന് വേണ്ടി സഹിച്ച കാര്യങ്ങളാ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടി നമ്മൾ സഹിച്ച കാര്യങ്ങളാ, എനിക്കങ്ങനെ സംഭവിച്ചു, എന്നോട് അങ്ങനെ ചെയ്തു, അവരിങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോണത് ഇന്ധനച്ചോർച്ച വരും. വിമാനങ്ങൾക്ക് ഇന്ധനച്ചോർച്ച എന്ന് പറയത്തില്ലേ, നിലത്തിറക്കിയെന്ന് പറഞ്ഞിട്ടില്ലേ? അതാണ് സംഭവിക്കുന്നത്. വിമാനങ്ങൾക്ക് ഇന്ധനച്ചോർച്ച വന്നാൽ നിലത്തിറക്കിയെന്ന് കണ്ട വിമാനത്താവളത്ത് ഇറക്കേണ്ടി വരും. മനസ്സിലായി? അതുപോലെയാണ് നമ്മൾക്ക് ഇന്ധനച്ചോർച്ച, കൃപാവര ചോർച്ച സംഭവിക്കരുത്. കൃപാവര ചോർച്ച സംഭവിക്കുകയാണത്. അപ്പം നമ്മൾ ദൈവത്തിന് വേണ്ടി സഹിച്ച സഹനങ്ങളൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞ് അവരുടെ ഒരു സഹായ അനുഭൂതി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇന്ധനച്ചോർച്ച ചെയ്യും. അത് പരിശുദ്ധാത്മാവ് അമ്മയോട് പറഞ്ഞ ഒരു കാര്യം, മറിയം സൂക്ഷിക്കണം, ഇതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരു മേഖലയിലൂടെയാണ് നിൻ്റെ സുവിശേഷ സാക്ഷ്യം പോകുന്നത്. അതുകൊണ്ട് നിനക്ക് ആരും ഇല്ലാത്തപ്പോൾ ഇത് പറഞ്ഞെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടും. അങ്ങനെ ഉള്ളപ്പോൾ നീ അപ്പായോടല്ലാതെ വേറെ ആരോടും പറയരുത്. കാര്യം അപ്പായാണ് ഹൃദയത്തിലുള്ളത്. അതുകൊണ്ടാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന് പറയണത്. അപ്പായോട് പറഞ്ഞെന്നാണ് ഈ പറയണത്.
മറിയം ആ സങ്കടങ്ങളെ ദൈവത്തോട് പറഞ്ഞു. അതിനാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയണത്. നാട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സഹാനുഭൂതി നിനക്ക് കിട്ടത്തില്ലേ? അതപ്പം പ്രസാദവാരം ചോർന്നു പോകും. അതാ ഇന്ധനം ചോർച്ചെന്ന് പറയണത്. അപ്പോൾ കണ്ട സ്ഥലത്ത് ഇറക്കേണ്ടി വരും, യാത്ര മുന്നോട്ട് പോകത്തില്ല. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനം പാലിക്കുവാൻ സുവിശേഷ സാക്ഷ്യത്തിനായി ഞാൻ ഏറ്റെടുക്കുന്ന സഹനങ്ങള് നിന്നോടുള്ള സ്നേഹത്തിന്റെ വിഷയമായതിനാൽ നിന്നോട് മാത്രം ഷെയർ ചെയ്യാൻ പരിശുദ്ധ അമ്മയെപ്പോലെ എന്നെ അഭ്യസിപ്പിക്കണമേ. എൻ്റെ പേര് സാഗി. ഞാൻ അരൂരിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ ഡിസംബർ 9 മോൻ കോളേജിൽ പോയായിരുന്നു. അവന് പിറ്റേ ദിവസം പ്രാക്ടിക്കൽ എക്സാം ഉണ്ടായിരുന്നു. അതിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞാണ് പോയത്. പക്ഷേ ഒരു വൈകുന്നേരമായിട്ടും അവനെ കണ്ടില്ല. ഞാൻ ഫോൺ ചെയ്ത് നോക്കിയപ്പോൾ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് ചോദിച്ചപ്പോഴും അവൻ കോളേജിൽ എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് രാത്രിയൊക്കെ ആയി. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതിയൊക്കെ കൊടുത്തു. ഒരു 12 മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അവൻ ചേർത്തലയിലേക്കാണ് പോകുന്നതെന്ന്. അപ്പോൾ അവരന്വേഷിക്കാൻ ആൾക്കാരെല്ലാവരും പോകുന്നായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അവൻ മാതാവിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും എന്ന് തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം. ഞാൻ അവരോട് പറഞ്ഞു കൃപാസനത്തിലൊന്ന് അന്വേഷിക്കണമെന്ന്. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ റാന്നി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോള് വന്നായിരുന്നു. അവനെ അവിടെ വെച്ച് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. പിറ്റേ ദിവസം രാവിലെ തന്നെ അവനുമായിട്ട് ഞങ്ങളിങ്ങോട്ട് പോരുകയും ചെയ്തു. പിന്നീട് അവനോട് ചോദിച്ചപ്പം അവൻ പറഞ്ഞത് ഞങ്ങൾ കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ പറഞ്ഞത് ഇപ്പം അവൻ പരീക്ഷയ്ക്ക് ഒരു വിഷയത്തിന് തോറ്റുപോയായിരുന്നു. അപ്പോൾ കുറേ കടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവൻ പറഞ്ഞത് എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് പൈസയൊക്കെ ആയിട്ട് തിരിച്ച് വീട്ടിൽ വരണമെന്നും ആഗ്രഹത്തോടു കൂടിയാണ് അവൻ പോയതെന്നാണ് അവൻ പറഞ്ഞത്. പക്ഷെ അവന് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് അവനെ തിരിച്ചു കിട്ടി. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയും. എൻ്റെ പേര് ഡോളി. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് സെൻറ്റ് തോമസ് ഫൊറോന ചർച്ച് ജലഹലിൽ നിന്ന് വരുന്നു. എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. അവർക്ക് 2 വർഷത്തോളമായി 2 കണ്ണിനും റെറ്റിന ഡാമേജായി. ഒരു കാരണത്താൽ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാർ വിധി എഴുതിയതായിരുന്നു. 2 കണ്ണിനും ഇവിടുത്തെ മാതാവിൻ്റെ തൈലം ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ വഴി കിട്ടിയിട്ട് അത് ഞങ്ങൾ പുരട്ടുകയും മാതാവിനോടുള്ള 5:30 മണിക്കുള്ള പ്രഭാത പ്രാർത്ഥനയും ഉച്ചതിരിഞ്ഞുള്ള സന്ധ്യാപ്രാർത്ഥനയിലും മാതാവിനോടുള്ള പ്രാർത്ഥനയും അത് മുഖാന്തരമായി ഒരു കണ്ണിന് കാഴ്ചയൊക്കെ തിരിച്ച് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. രണ്ടാമതായി കാല് മുറിച്ച് മാറ്റണം, ഇല്ലെങ്കിൽ ഇവർക്ക് ജീവൻ ആപത്താണെന്ന് പറഞ്ഞ ആ കാലുകൊണ്ട് അവർ ഇപ്പോൾ നടന്ന് ഇവിടെ വരെ വന്ന് നിൽക്കുന്നു. കാലും സുഖമാക്കി തന്ന ദൈവത്തിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് സുമ. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ 2021 നവംബർ 24 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഉടമ്പടിയിലെ 6ാമത്തെ നിയോഗമായിരുന്നു എൻ്റെ മകളുടെ കാണാതെ പോയ മാല കണ്ടു കിട്ടണമേ എന്നുള്ളത്. പല സ്ഥലത്തും അന്വേഷിച്ചിട്ടും കിട്ടാതിരുന്ന മാല ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം നേരത്തെ നോക്കിയ ഒരു സ്ഥലത്ത് മാതാവ് കൊണ്ടുവച്ച പോലെ ആ മാല ഇരിക്കുന്നു. അങ്ങനെ ആ മാല ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. ഈ അനുഗ്രഹത്തിനായി അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതുകൂടാതെ എൻ്റെ ഭർത്താവ് മദ്യപിച്ച് വണ്ടി ഓടിച്ച് സ്കൂട്ടർ ഒരു സ്ഥലത്ത് റോഡിൽ വെച്ചിട്ട് വീട്ടിൽ വന്നു. അതിനുശേഷം സ്കൂട്ടർ വെച്ച സ്ഥലം മറന്നുപോയി. ഞങ്ങൾ 2-3 ദിവസം സ്കൂട്ടർ പല സ്ഥലത്തും അന്വേഷിച്ചിട്ടും കിട്ടിയില്ല. ഞങ്ങൾ മാതാവിനോട് മുട്ടിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മാതാവ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഭർത്താവിന് ആ സ്ഥലം പറഞ്ഞു കൊടുക്കുകയും മനസ്സിലാക്കി കൊടുത്തു. ഞങ്ങൾ ആ സ്ഥലത്ത് പോയി നോക്കിയപ്പോൾ ആ സ്കൂട്ടർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. താക്കോൽ ഉൾപ്പെടെയായിരുന്നു സ്കൂട്ടർ അവിടെ മറന്നു വെച്ചത്. യാതൊരു കുഴപ്പവും കൂടാതെ സ്കൂട്ടർ തിരിച്ചു കിട്ടി. ഈ 2 അനുഗ്രഹങ്ങൾക്കുമായിട്ട് ഞാൻ മാതാവിന് കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് മേഴ്സി സെബാസ്റ്റ്യൻ. ഞാൻ വാടക ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ചിരുന്ന നിയോഗങ്ങളിൽ വിദേശത്തായിരിക്കുന്ന എൻ്റെ മക്കൾ 2 പേരും വിദേശത്താണ്. അപ്പോൾ ആ ഇളയ മകന് വിദേശത്ത് ജോലി സ്ഥലം മാറ്റം കിട്ടി. കമ്പനി മൊത്തത്തിൽ മാറുകയായിരുന്നു. അപ്പോൾ അവന് താമസിക്കാനുള്ള സൗകര്യമില്ല, വാഹന സൗകര്യമില്ല, കഴിക്കാൻ ഭക്ഷണത്തിൻ്റെ സൗകര്യങ്ങളില്ല, ഒന്നുമില്ലാതെ വിഷമിച്ച അമ്മ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല. കമ്പനി ഇതൊന്നും തരത്തില്ല. ഞാൻ അപ്പോൾ പറഞ്ഞു നോക്കി എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല, അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി വിഷമിച്ച്. നല്ലൊരു കമ്പനിയാണ്, നല്ല സാലറി ഉണ്ട്, പക്ഷേ ഈ സൗകര്യങ്ങളൊന്നും ഈ കമ്പനിയുടെ അടുത്ത് ഇല്ല. അവന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല. ദുബായിലാണ്.
അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ വിഷമിക്കണമ്മ. ഞാൻ ഇനി എന്ത് ചെയ്യും? ഭക്ഷണത്തിനൊന്നും ഒരു സൗകര്യം ഇല്ലെങ്കിൽ, കിടക്കാൻ ഒന്ന് നന്നായിട്ട് കിടന്ന് ഉറങ്ങിയില്ലെങ്കിൽ എങ്ങനെ ജോലി ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള വിഷമങ്ങൾ എല്ലാ ദിവസവും എൻ്റെ ഇടയ്ക്കൽ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, മകനെ വിഷമിക്കണ്ട, മാതാവിൻ്റെ അടുക്കൽ അമ്മ ഉടമ്പടി വെക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അമ്മ നടത്തി തന്നോളും, നീ ഒരു കാരണവശാലും വിഷമിക്കണ്ട. പോകാനുള്ള ഓരോ ദിവസങ്ങൾ അടുക്കും തോറും മനപ്രയാസം കൂടിക്കൊണ്ടേ വന്നിരുന്നു. അതേപോലെ അവൻ വിഷമം പറയുമ്പോൾ അതനുസരിച്ച് എനിക്കും വിഷമം കൂടിക്കൊണ്ടിരുന്നു. ഞാൻ മാതാവിൻ്റെ നിരന്തരം പ്രാർത്ഥിച്ച് ആഗ്രഹിച്ചതിനേക്കാൾ നല്ല സ്ഥലവും താമസിക്കാനുള്ള സൗകര്യവും വാഹന സൗകര്യവും ഭക്ഷണത്തിനുള്ള സാഹചര്യങ്ങളും എല്ലാം മാതാവ് ഒരുക്കി കൊടുത്ത്, മാനേജർ തന്നെ വാഹന സൗകര്യം അറേഞ്ച് ചെയ്ത് കൊടുത്ത് എൻ്റെ കൂടെ പോകാൻ, നീ ഒന്നും വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് നല്ല റൂം കിട്ടി, കഴിക്കാൻ മലയാളികൾ വെക്കുന്ന ആഹാരം തന്നെ കിട്ടി. എല്ലാം ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ എൻ്റെ മകന് അമ്മ ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ തന്ന്. പിന്നെ മൂത്ത മകന് വിദേശത്തായിരുന്നപ്പോൾ ജോലിയില്ലാതെ വിഷമിച്ച സമയത്ത് ഞാൻ മാതാവിൻ്റെക്ക് ഉടമ്പടി, അത് പറയാൻ ഞാൻ താമസിച്ചു പോയി, അമ്മ എനിക്ക് മാപ്പ് തരണം. വിദേശത്തായിരുന്നപ്പോൾ അവന് ജോലിയില്ലാതെ നിന്ന് വിഷമിച്ച സമയത്ത് ഞാൻ മാതാവിൻ്റെക്ക് ഉടമ്പടിയിൽ പറഞ്ഞിരുന്നു, അമ്മ മാതാവേ, നല്ലൊരു കമ്പനിയിൽ എനിക്ക് എൻ്റെ മകന് ജോലി എത്രയും വേഗത്തിൽ തന്നെ. ഞാനൊരു 26 തീയതി വെച്ച് ഞാൻ പ്രാർത്ഥിച്ച്, 26 തീയതി എന്ന് ആ ഡേറ്റ് വെച്ച് ഞാൻ അമ്മയുടെ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അമ്മ മാതാവ് ആ 26 തീയതി തന്നെ എൻ്റെ കുഞ്ഞിന് ജോലി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും അടുത്ത പിറ്റേ ദിവസം തന്നെ, കാരണം അങ്ങനെയൊന്നും ആ കമ്പനിയിൽ പെട്ടെന്നൊന്നും ആരെയും എടുത്തിട്ടില്ല, പക്ഷേ പിറ്റേ ദിവസം തന്നെ കയറി ജോലിയിൽ പ്രവേശിക്കുവാനും നല്ലൊരു കമ്പനിയിൽ അമ്മ ജോലി തരികയും നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെ ജോലി ചെയ്യുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അവൻ ആഗ്രഹിച്ചിരുന്ന അതേ ജോലി തന്നെ കിട്ടുകയും നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നു. കൃത്യമായി ശമ്പളം കിട്ടുന്ന കമ്പനിയാണ്. ഒന്നിനും ഒരു കുറവും ദൈവം വരുത്തിയില്ല. അമ്മ എനിക്ക് ചെയ്തു തന്ന ഒരുപാട് കോടി അനുഗ്രഹങ്ങളുണ്ട്. പിന്നെ മകൻ്റെ കുഞ്ഞു പൈതലിന് 13 മാസം ഉള്ളപ്പോഴാണ് ഭയങ്കര വയറ്റിൽ നിന്ന് പോകുമ്പോൾ ഭയങ്കര കരച്ചിലാണ്. നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല കുഞ്ഞ് കരയുന്നത് കണ്ടു കഴിഞ്ഞാൽ. രക്തം ഉൾപ്പെടെയാണ് വയറ്റിൽ നിന്ന് പോകുന്നത്. ഞാനങ്ങനെ മകളും അതേപോലെ ഇരുന്ന് കരയും, ഞാനും കരയും. അങ്ങനെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം ഞാൻ കുഞ്ഞിന് ഈ സമയത്ത് ഞാൻ ആ ഒരു വിഷമം അവൾ തുടങ്ങുമ്പോൾ കുഞ്ഞ് ഇടത്തില്ല, കുഞ്ഞ് ഓടി നടക്കും വിഷമം കൊണ്ട്, ഇടാനായിട്ടുള്ള വിഷമം കൊണ്ട് ഓടി നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര കരച്ചിലാണ്. ഞാനും മകളും ഇരുന്ന് കരയും. അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം വിട്ട് പ്രാർത്ഥിച്ച് വിദേശത്തോട്ട് മകൻ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ പോകുന്നതിന് മുന്നേ തന്നെ കുഞ്ഞിൻ്റെ ഈ വയറ്റിൽ നിന്ന് പോകുന്ന എല്ലാം നോർമലായിട്ട് പോകാനും, പിന്നീട് ഇതുവരെ എപ്പോഴും വിളിക്കുമ്പോൾ ഞാൻ ചോദിക്കും, ഇപ്പം പിന്നീട് ഒരിക്കലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അമ്മ, നല്ല സുഖമായിട്ട് പോകുന്നു, കുഞ്ഞിനും എല്ലാം ഭക്ഷണങ്ങളെല്ലാം കഴിക്കുന്നുണ്ട്, ഒരു കുഴപ്പവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, നല്ല സമാധാനവും സന്തോഷമായിട്ട് കുഞ്ഞുങ്ങളെല്ലാവരും ഇരിക്കുന്നു. എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്തു തന്ന കോടാനുകോടി അനുഗ്രഹങ്ങൾക്ക് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മയ്ക്കും തിരുക്കുമാനും 1000 കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ റോസി പൗലോസ്, സ്ഥലം പരിയാരത്തിൽ ഞാൻ താമസിക്കുന്നത്. വർഷങ്ങളായിട്ട് ഞാൻ ഇറ്റലി എന്ന രാജ്യത്ത് ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു. കുറേ കാലം ജോലി ചെയ്തതിന് ശേഷം പെട്ടെന്നായിരുന്നു എൻ്റെ അവിടുത്തെ ജോലി നഷ്ടപ്പെട്ടത്. പ്രതീക്ഷിക്കാത്ത സമയത്ത് ജോലി നഷ്ടപ്പെട്ടത് കൊണ്ടും ഒരുപാട് വലിയൊരു സാമ്പത്തിക കടബാധ്യത എനിക്കുണ്ടായിരുന്നു. പിന്നെ മക്കൾ 2 പേരും പഠിക്കുന്ന സാഹചര്യത്തിലും അവർക്ക് ജോലിയൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലുമായിരുന്നു. ഇത്രയും സാഹചര്യത്തിൽ എൻ്റെ ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. ഇറ്റലി എന്ന രാജ്യത്ത് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൽ കൂടെ മാതാവിൻ്റെ കൃപാസന പ്രാർത്ഥനാലയത്തെക്കുറിച്ച് കേട്ടിട്ടൊന്നുമല്ലാതെ എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ഉടമ്പടി പ്രാർത്ഥനയെക്കുറിച്ചും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഈ തകർന്ന സാഹചര്യത്തിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അവിടെ തണുപ്പ് രാജ്യമായതുകൊണ്ടും ഒത്തിരിയേറെ ഡ്രസ്സുകളും കംപ്ലീറ്റ് ഡ്രസ്സുകളും നമ്മൾക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇത്രയും ലഗേജുകളോ കൊണ്ടുപോയി ആരുടെ വീട്ടിൽ വെക്കാനോ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, എൻ്റെ ഈ കെട്ടും കടക്കും കൊണ്ട് ഏതെങ്കിലും വീടുകളിൽ പോവാതെ നേരെ ജോലി സ്ഥലത്തേക്ക് പോകാവുന്ന വിധത്തിൽ നല്ലൊരു ജോലി എനിക്ക് ലഭിക്കുകയാണെങ്കിൽ, സുരക്ഷിതമായി താമസിക്കാനും നല്ല ശമ്പളമൊക്കെ ഉള്ള ഒരു ജോലി ലഭിക്കുകയാണെങ്കിൽ ഞാൻ മാതാവിനോട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയാമെന്ന് പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, പ്രാർത്ഥിച്ച് തീർന്നതിന് മുൻപ് തന്നെ ഉടനെ തന്നെ എനിക്ക് നല്ലൊരു ജോലി മറ്റൊരു സ്ഥലത്ത് അതിന് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളത്തിനേക്കാളും ഇരട്ടി ശമ്പളമുള്ള നല്ലൊരു ജോലി കിട്ടുകയും ചെയ്ത് സമാധാനത്തിൽ താമസിക്കാനും സുരക്ഷിതമായി ജീവിക്കാനും പറ്റിയ സാഹചര്യത്തിലൂടെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് നേടിത്തന്നു. കൂടാതെ എൻ്റെ മക്കൾ 2 പേരും വിദേശത്തേക്ക് പോകാനും അവർക്ക് അവിടെ ജോലി കിട്ടുവാനും സാധിച്ചു. ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹമെന്ന് വിശ്വസിച്ചുകൊണ്ട് യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് സിൻസി ജേക്കബ്. ഞാൻ മുണ്ടംവേലിൽ നിന്ന് വരുന്നു. 2018 ഒക്ടോബറിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞങ്ങൾക്കൊരു വീട് വയ്ക്കുന്നതിന് വേണ്ടിയായിരുന്നു ഞാൻ ആദ്യം നിയോഗമായി വെച്ചത്. അതിൻ്റെ ഫലമായിട്ട് 2 നില ഭവനം നൽകി മാതാവ് അനുഗ്രഹിച്ചു. അതേപോലെ മുകളിലത്തെ നില റെൻറ്റിന് കൊടുക്കാനും സാധിച്ചു. എൻ്റെ ഹസ്ബൻഡ് വിദേശത്താണ് ജോലി ചെയ്യുന്നത്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശമ്പള വർധനവിന് വേണ്ടി ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അത് മാതാവ് സാധിച്ചു തന്നു. അതുപോലെ വീട് പണിയുടെ ആവശ്യമായ ലോൺ വേഗം പാസ്സാവുന്നതിന് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അത് മാതാവ് സാധിച്ചു തന്നു. ഈ നവംബർ 23-ാം തീയതി ഹസ്ബൻഡിൻ്റെ ഒപ്പം വിദേശത്തേക്ക് വിസിറ്റിംഗ് വിസയിൽ ഞാനും മക്കളും കൂടി പോയായിരുന്നു. അപ്പോൾ ഫെബ്രുവരി 1 വരെയായിരുന്നു വിസയുടെ വാലിഡിറ്റി ഉണ്ടായിരുന്നത്. ഞങ്ങൾ ജാനുവരി 27-ാം തീയതി പോരുന്നതിന് മുൻപായിട്ട് RT-PCR ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും എൻ്റെത് പോസിറ്റീവും കുട്ടികൾക്ക് നെഗറ്റീവുമായി. ആദ്യം വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടൊന്നും നടന്നില്ല. പിന്നെ ഞാൻ കാശുരൂപമായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഇമിഗ്രേഷൻ ഓഫീസിലൊക്കെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വിസ എക്സ്റ്റെൻഡ് ചെയ്തു. അതോടൊപ്പം തന്നെ 1-ാം തീയതിക്ക് മുമ്പേ നാട്ടിലേക്ക് പോരണമെന്നുള്ളൊരാഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ മാതാവിനോട് എൻ്റെ റിസൾട്ട് എങ്ങനെ നെഗറ്റീവ് ആകുന്നതിന് വേണ്ടിയിട്ട് നെഗറ്റീവ് ആയി കിട്ടിയെന്നുള്ള അനുസരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ നിയമം അനുസരിച്ചാണെങ്കിൽ 7 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സുഹൃത്ത് വഴിയായിട്ട് വീണ്ടും 2 ദിവസത്തിനുള്ളിൽ തന്നെ വീണ്ടും ടെസ്റ്റ് ചെയ്യുകയും അങ്ങനെ നെഗറ്റീവ് റിസൾട്ട് കിട്ടി. ഞാനും മക്കളുമായിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള കൃപ മാതാവ് നൽകി അനുഗ്രഹിച്ചു. ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞോളൂ. എൻ്റെ പേര് സാലിമ. ഞാൻ വാലാച്ചിറയിൽ നിന്നും വരുന്നു. 2020 എൻ്റെ ഇളയ മകൻ സാഗർ കാനഡയ്ക്ക് പോകാനായിട്ട് പേപ്പർ വർക്കുകൾ ചെയ്യുമായിരുന്നു. അപ്പോൾ അവന് ബയോമെട്രിക്സിന് ഡേറ്റ് കിട്ടാൻ താമസിച്ചു. ആ സമയം ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാൻ സാധിക്കുമായിരുന്നു. അപ്പം മകൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവന് ബയോമെട്രിക്സിന് ഡേറ്റ് കിട്ടുകയും അവിടെ പോയി പഠിക്കുവാനും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും നല്ല ജോലിയിൽ പ്രവേശിക്കുവാനും സാധിച്ചു. അതുപോലെ തന്നെ എനിക്ക് 2021 ജൂലൈ അവസാനം കോവിഡ് വന്ന് ഞാൻ സീരിയസ് ആയി കോട്ടയം മെഡിക്കൽ കോളേജിൽ ICUവിലായിരുന്നു. എൻ്റെ ഓക്സിജൻ ലെവൽ കുറഞ്ഞു, പ്രഷർ വളരെ താന്നുപോയി. 4 ദിവസമായിട്ടും എനിക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല. ഞാൻ സീരിയസ് ആയിക്കൊണ്ടിരുന്നു. ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു എനിക്കിനി രക്ഷ ഉണ്ടാകത്തില്ല, ഒത്തിരി സീരിയസ് ആണ്. എനിക്ക് പിന്നെ കാർഡിയോമയോപ്പതി എന്ന ഹാർട്ടിൻ്റെ അസുഖം ഉള്ളത് മൂലം ഞാൻ റെസ്റ്റിലായിരുന്നു. ആ സമയത്താണ് എനിക്ക് കോവിഡ് വന്നത്. അപ്പോഴതെൻ്റെ ശ്വാസകോശത്തെയും ഹൃദയത്തെയും ബാധിച്ചു. ശ്വാസകോശം വളരെ മോശമായിരുന്നു. ഒരു രക്ഷയും ഇല്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. 4 ദിവസവും ഞാൻ പ്രാർത്ഥിച്ചു. അവസാനം മാതാവിനോട് പറഞ്ഞു, അമ്മയുടെ ഈശോയുടെ ഇഷ്ടം പോലെ ആകട്ടെ, മരണമാണെങ്കിലും അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഓരോ പ്രാവശ്യവും എൻ്റെ ഓക്സിജൻ ലെവൽ കുറയുമ്പോൾ കണ്ണിലിരുട്ട് കയറും, മരണവിപ്രാളമാണ്. ആ സമയം ഞാൻ അമ്മയോട് പറയും, അമ്മ എൻ്റെ ഹൃദയവും എൻ്റെ ശ്വാസകോശവും ഞാൻ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, അവിടെ സുരക്ഷിതമായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അമ്മയുടെ സന്നിധിയിലേക്കായാലും തിരിച്ച് വീട്ടിലേക്കായാലും ദൈവമഹത്വത്തിനാകട്ടെ, തിരിച്ചെൻ്റെ വീട്ടിൽ കടന്നു വരാൻ എനിക്ക് സാധിക്കുകയാണെങ്കിൽ ഞാൻ അമ്മയെയും ഈശോയെയും ലോകത്തിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന്, കൃപാസനത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. 4-ാമത്തെ ദിവസമായപ്പോൾ എനിക്ക് കുറച്ച് വ്യത്യാസം വന്നു. പിന്നെ ഞാൻ കിടന്നിരുന്ന മെയിൻ ICUവിൽ എല്ലാ രോഗികളും തന്നെ വെൻറ്റിലേറ്ററിലായിരുന്നു. എനിക്ക് മാത്രമേ വെൻറ്റിലേറ്റർ ഇല്ലാതിരുന്നുള്ളൂ. എങ്കിലും 65% ഓക്സിജൻ സപ്പോർട്ടിലായിരുന്നു. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു സ്വല്പം ആശ്വാസമുണ്ട്, വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന രോഗികളുടെ ഇടയിൽ നിന്നും മറ്റു വാർഡിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹൈ ഡിപ്പെൻഡൻറ്റ് യൂണിറ്റിൽ എല്ലാ മോണിറ്ററിങ്ങോടും കൂടി എന്നെ കിടത്തി. ഞാനവിടെ 3 ആഴ്ച കിടന്നു. ആ സമയമെല്ലാം എൻ്റെ ഓക്സിജൻ ലെവൽ കയറുന്നില്ലായിരുന്നു, പ്രഷറും കയറുന്നില്ലായിരുന്നു. അവരെനിക്ക് പ്രഷർ കൂടാനുള്ള മരുന്നും എല്ലാം തന്നു. ആ സമയം കോവിഡ് വാർഡായതുകൊണ്ട് സിസ്റ്റേഴ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ ഭർത്താവിനെ എൻ്റെ കൂടെ നിർത്തുവാനായിട്ട് അവർ അനുവാദം തന്നു. ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നു. ഞാൻ മൊബൈലിൽ എല്ലാ ശുശ്രൂഷകളും എടുത്ത് കൂടിക്കൊണ്ടിരുന്നു. മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. 21 ദിവസത്തിന് ശേഷം ഞാൻ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു വീട്ടിൽ വന്നു. കോവിഡിൻ്റെ സമയത്ത് എനിക്ക് തന്നിരുന്ന ചില ഇഞ്ചക്ഷൻസ് മൂലം എനിക്ക് ബ്ലഡ് ക്ലോട്ടാകാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ അവർ തന്നു. അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് എൻ്റെ ലങ്സിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടായി. എനിക്ക് വളരെയധികം വേദനയും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടായിരുന്നു, ശ്വാസം മുട്ടലുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു വീട്ടിൽ ഓക്സിജൻ സിലിണ്ടർ വെച്ച് ഓക്സിജൻ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ഡിസ്ചാർജായി വീട്ടിൽ വന്നു കഴിഞ്ഞു. മെഡിസിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് എൻ്റെ മസിൽസ് എല്ലാം ചുരുങ്ങിയിട്ട് എനിക്ക് എഴുന്നേക്കാനോ ഇരിക്കുവാനോ ഒന്നും സാധിക്കുമായിരുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് എന്നെ പിടിച്ചാണ് ടോയ്ലറ്റിലൊക്കെ കൊണ്ടുകൊണ്ടിരുന്നത്, എഴുന്നേൽപ്പിക്കുന്നതൊക്കെ പിടിച്ചായിരുന്നു. എൻ്റെ കാലെല്ലാം ബ്ലഡ് സർക്കുലേഷനൊക്കെ കുറവായിട്ട് വേദനയും പിന്നെ മസിലെല്ലാം ചുരുങ്ങിയിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം എടുത്ത് കാലുകളിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മ എനിക്ക് ആരുടെയും സഹായം കൂടാതെ
എഴുന്നേറ്റ് നടക്കാനുള്ള കൃപ തരണമേ എന്ന്. അത് അമ്മ ഈശോ വഴി സൗഖ്യപ്പെടുത്തി തന്നു. ഈശോ അമ്മ വഴി സൗഖ്യപ്പെടുത്തി തന്നു. അതുപോലെ തന്നെ കാലിൻ്റെ വേദന, എനിക്ക് വലിയ വേദനയായിട്ട് രാത്രിയിലൊക്കെ ഞാൻ കരയുമായിരുന്നു. ഭർത്താവിനെ കൊണ്ട് എപ്പോഴും തിരുമിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി തൈലം എടുത്ത് പാറ്റിയിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ ഇനി എൻ്റെ ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കാൻ എന്നെ അനുവദിക്കരുതേ, എൻ്റെ കാലിന് വേദന സൗഖ്യപ്പെടുത്തി തരണമേ എന്ന്. ആ അമ്മ ഈശോ അമ്മ വഴി സൗഖ്യപ്പെടുത്തി തന്നു. പിന്നെ എൻ്റെ മൂത്ത മകന് കാനഡയിലാണ്. 3 വർഷമായിരുന്നു അവൻ നാട്ടിൽ വന്നിട്ട്. 2 പ്രാവശ്യം ടിക്കറ്റ് എടുത്തിട്ടും കോവിഡിൻ്റെ പ്രശ്നം കാരണം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് എമർജൻസി ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വന്നു കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരം ടിക്കറ്റിന് ഭയങ്കര റേറ്റാണ്. 3 ദിവസമായിട്ടും റേറ്റ് കുറയുന്നില്ല. അപ്പോൾ ഭർത്താവ് പറഞ്ഞു 1,80,000 രൂപയിൽ നിൽക്കുകയാണെന്ന്. ഞാൻ രാവിലെ മുതൽ അമ്മയുടെ കാശുരൂപം കയ്യിൽ പിടിച്ച് വിശ്വാസ പ്രമാണവും ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലി രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുന്ന വഴിയെല്ലാം ഞാൻ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വൈകുന്നേരമായപ്പോൾ അത്ഭുതകരമായിട്ട് ഭർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, 72,500 രൂപയേ ഉള്ളൂ, സിംഗപ്പൂർ എയർലൈൻസിലാണെന്ന് പറഞ്ഞു. അപ്പോൾ മോന് 7-ാം തീയതി വരെ അവധി ഉണ്ടായിരുന്നു, നീട്ടിത്തരാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു വേറെ ടിക്കറ്റൊന്നുമില്ല, ഈ ഒരു ടിക്കറ്റ് മാത്രമേ ഉള്ളൂ പറഞ്ഞു. അത് അമ്മ അത്ഭുതകരമായിട്ട് ഇടപെട്ട് നടത്തി തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പ്രാർത്ഥന സഹായം അപേക്ഷിക്കുമായിരുന്നു. അപ്പം ഞാൻ എല്ലാ കൃപാസനത്തിൽ നിന്നുള്ള എല്ലാ ശുശ്രൂഷകളിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. ആ സമയം ഞാൻ ഓൺലൈനിൽ അവരുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരുപാട് പേർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിനെല്ലാം അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. എനിക്ക് ആശുപത്രിയിലായിരുന്നപ്പോൾ എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചു. അവരെ എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു.